ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണണേ. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സരിയു കല്യാണിയെയും കിരണിനെയും കൂട്ടിയിട്ട്, അതായത് കല്യാണി പോകുന്നിടത്ത് കിരൺ പോകുന്നത് പതിവാണ്. അപ്പോൾ കല്യാണിക്കിപ്പോൾ അസുഖമുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് കിരൺ കൂടി പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സരിയു വിചാരിച്ചത് സരിയുവിൻ്റെ കൂടെ കൂടിക്കൊണ്ടുപോയി നടത്തിക്കാം എന്നാണ്. അപ്പോൾ സരിയു വിക്രത്തോട് പറയുകയും ചെയ്തേ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം കല്യാണിയെ എന്നുള്ള കാര്യം. അപ്പോൾ വിക്രം അതിനായിട്ട് ആ ഗ്രൗണ്ടിൽ വരും, ഇന്ന സ്ഥലത്താണ് ഞങ്ങൾ പോകുന്നത് എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. അപ്പോൾ വിക്രം അവിടെ എത്തുകയും അതേപോലെ തന്നെ അവൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ സാധിപ്പിക്കാം എന്നും അവൾ ചിന്തിച്ചിരുന്നു. പക്ഷേ കല്യാണിയുടെ കൂടെ കിരണും വന്നിരുന്നു. അങ്ങനെ 3 പേരും ഗ്രൗണ്ടിൽ കൂടി നടക്കുന്നതിടെ സരിയു നോക്കുകയാണ്, അതായത് വിക്രം അവിടെ എങ്ങാനും ഉണ്ടോ, വരുന്നുണ്ടോ എന്ന്. കിരൺ പറയാണ്, ഇനി നിങ്ങൾ നടക്ക്, ഞാൻ കുറച്ച് വർക്കൗട്ട് ചെയ്യട്ടെ. സരിയു അതേസമയം കല്യാണിയുടെ കൂടെ നടക്കുമ്പോൾ ചിന്തിക്കുകയാണ്, ഇത് പറ്റിയ അവസരമായിരുന്നു. നീ പോയ ആ ദിവസം അവനുമായി ഗ്രൗണ്ടിൽ വന്നാൽ എന്ത് രസമായിരിക്കും. ആ ഒരു രംഗം സരിയു മനസ്സിൽ ചിന്തിക്കുകയാണ്. 2 പേരും കൂടി നടന്നു പോവുകയാണ്. അപ്പോൾ അവൾ പറയാണ്, എനിക്ക് വയ്യടാ. ആ പറഞ്ഞതും അതേപോലെ തന്നെ വീഴാൻ വേണ്ടി പോവുകയാണ്. അതേപോലെ തന്നെ അവൻ അവളുടെ ഇടയിൽ കയറി പിടിക്കുകയോ ഒക്കെ ചെയ്യാണ്. അത് ഓർത്തിട്ടെന്നാണ് സരിയുവിനോട് നന്നായിട്ട് ചിരിച്ചുപോയി. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്താ സരിയു ഇങ്ങനെ ചിരിക്കുന്നത്? പെട്ടെന്നാണ് സരിയുവിന് സ്ഥലകാലബോധം വന്നത്. പെട്ടെന്ന് സരിയു വാക്ക് മാറ്റി പറയുകയും ചെയ്തു, അല്ല, അവിടെ ഒരാൾ കസർത്ത് കളിക്കുന്നത് കണ്ടില്ലേ, അത് കണ്ട് ചിരിച്ചതാ. അതേസമയം കിരൺ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയാണ് അവിടുന്ന്. കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, അതൊരു 100 പുഷപ്പെങ്കിലും എടുക്കും. അതും പറഞ്ഞ് 2 പേരും അവിടെ നടന്നുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് 2 പേര് സ്കൂട്ടറിൽ വരുന്നത്. 2 പേരും സ്കൂട്ടറിൽ നിർത്തി അവിടെ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. സരിയു കണ്ണ് മറിക്കാതെ അവരെ തന്നെ നോക്കുകയാണ്. അവരെ കണ്ടതും സരിയുവിന് സന്തോഷമായി. പക്ഷേ അവർ മുന്നോട്ടേക്ക് വരികയാണ്. ഞാൻ പുഷപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെ 2 പേരെയും കണ്ടപ്പോൾ തന്നെ കിരണിന് സംശയം തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ എക്സസൈസ് ഒഴിവാക്കി, അതായത് നിർത്തിവെച്ചിട്ട് കൈ രണ്ടും തട്ടിയിട്ട് അവനെ തന്നെ നോക്കുകയാണ്. 2 പേരും ഒരു കൂസലുമില്ലാതെ മുന്നോട്ടേക്ക് നടന്നു വരികയാണ്. 2 പേരും മുഖത്ത് മാസ്ക് വെച്ചിരുന്നു. 2 പേരും മുന്നോട്ട് നടന്ന് കല്യാണിയെയും സരിയുവിനെയും മുന്നിട്ട് അവർ ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരികയാണ്. പക്ഷേ സരിയു മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. കിരൺ ഓടി വന്ന് കല്യാണിയുടെയും സരിയുവിൻ്റെയും അടുത്തേക്ക് എന്നിട്ട് വിളിക്കുകയാണ്, കല്യാണി, എന്താ കിരണേട്ടാ? ഒരുത്തൻ പരോളിൽ ഇറങ്ങിയിട്ടില്ലേ, ആ പോയവന്മാരെ അവൻ വിട്ടതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്താ കിരണേട്ടാ, ഗ്രൗണ്ട് ആകുമ്പോൾ ആൾക്കാർ നടക്കാൻ വരില്ലേ, എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. വാ പോകാം. സരിയു പക്ഷേ അവരെ തിരിഞ്ഞ് നോക്കുകയാണ്. ഇനി ഇവൻ പറഞ്ഞതുപോലെ അവൻ വിട്ടതായിരിക്കോ ഇവരെ? ഒരുത്തനെയും വിശ്വസിക്കാൻ പറ്റില്ല. എന്ത് പ്രതീക്ഷയോടെ അവനെ ഒരു കാര്യം ഏൽപ്പിച്ചത്, എന്നിട്ടും അതിന് ഒരു റിസൾട്ടും ഉണ്ടായില്ല. അതേസമയം താരേൻ്റെ അവിടെ റൂമിൽ ഇരുന്നു കൊണ്ട് സരിയു പറഞ്ഞ വാക്കുകളൊക്കെ ചിന്തിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞിന് അവൻ അച്ഛൻ തന്നെയാണ്. അച്ഛനെ ഞാനെന്തിനാ നഷ്ടപ്പെടുത്തുന്നേ? എൻ്റെ മകളെ എന്തിനാ നഷ്ടപ്പെടുത്തുന്നേ? അങ്ങനെ ഒരു മരുമകനെ പിന്നെ അമ്മയ്ക്ക് നഷ്ടപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? ചില നേരത്ത് എൻ്റെ സംസാരം കേൾക്കുമ്പോൾ എൻ്റെ സമനില തെറ്റിയതുപോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടല്ലേ? ശരിയാ, അവൻ്റെ കാര്യത്തിൽ സമനില തെറ്റിയതുപോലെ തന്നെ ഞാനിപ്പോൾ നടക്കുന്നത്. അവനുമായിട്ട് ഒന്നിക്കാതെ എൻ്റെ ബുദ്ധി നേരെയാവില്ല. കിരൺ കല്യാണിയോട് ചോദിക്കുകയാണ്, എന്താ ക്ഷീണം തോന്നുന്നുണ്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല, എന്നാലും അധികമൊന്നും നടക്കണ്ട കേട്ടോ. അപ്പോഴാണ് കല്യാണിയുടെ ഫോണിൽ ഒരു മെസ്സേജ് വന്നത്. മെസ്സേജ് കണ്ട് കല്യാണി നോക്കുകയാണ്. അതുപോലെ തന്നെ സരിയുവും കിരണും അത് നോക്കുകയാണ്. എന്ന് കല്യാണി പറയുകയും ചെയ്തു, താരേൻ്റെ ആണല്ലോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്താ കല്യാണി, ഇതാ നോക്ക്, സൂക്ഷിക്കണേ മോളേന്ന്. പാവം, അവൻ പരോളിൽ ഇറങ്ങിയതല്ലേ, അതിൻ്റെ ടെൻഷൻ ആൻറ്റിക്കും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിങ്ങോട്ട് വന്നപ്പോഴും പറഞ്ഞായിരുന്നു കല്യാണിയോട് സൂക്ഷിക്കണം എന്ന് പറയണമെന്ന്. ഞാൻ ഏത് സമയത്തും വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്നത്, പിന്നെ എനിക്കെന്ത് സംഭവിക്കാനാ? അപ്പോൾ കിരൺ പറയാണ്, താരേൻ്റെ ഇപ്പോൾ ഹാപ്പി അല്ലേ സരിയു? അത്ര ഹാപ്പി ഒന്നുമല്ല. കല്യാണി ചോദിക്കുകയാണ്, അയ്യോ അതെന്ത് പറ്റി? അല്ല, ഇപ്പം നടക്കുന്ന സംഭവങ്ങളൊക്കെ കല്യാണിയെ നന്നായിട്ട് അലട്ടുന്നുണ്ട്. കല്യാണിയെ ഒന്ന് കാണാൻ പോലും വരാനുള്ള ധൈര്യം അമ്മയ്ക്കില്ല. എനിക്കും ആൻറ്റിയെ കാണാനൊക്കെ തോന്നും. ഞാൻ വരാൻ പറയാം. എനിക്ക് കുറച്ച് യാത്രയൊക്കെ ചെയ്യാൻ പറ്റില്ലേ കിരണേട്ടാ? നീ സാഹസമൊന്നും കാണിക്കണ്ട. അത് തന്നെ കാർത്തികയും ലക്ഷ്മിയമ്മയും ഒക്കെ വിളിച്ചു പറഞ്ഞതാ, നിന്നെയും കൊണ്ട് പുറത്ത് ഇറങ്ങരുതെന്ന്. അത് മറ്റൊന്നും കൊണ്ടല്ല, വിക്രം പുറത്തുള്ളത് കൊണ്ടാ. പിന്നെ അവനൊരു ചീള് കേസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരാം എന്ന് കരുതിയത്. കല്യാണി പറയാണ്, അത് കേട്ട് സരിയു, ചീള് കേസാണെന്ന് പറഞ്ഞ് തള്ളണ്ട, നേരത്ത് അവരായിരിക്കും കൂടുതൽ ദോഷം ചെയ്യുന്നത്.
അത് ശരിയാ കിരണേട്ടാ. എന്നേക്കാൾ സൂക്ഷിക്കേണ്ടത് കാർത്തികേച്ചിയും കിരണേട്ടനും ഒക്കെ തന്നെയാണ്. നമുക്ക് നോക്കാം. എന്തായാലും വാ. എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. കിരണും കല്യാണിയും അവരുടെ വീട്ടിലേക്ക് പോയി. സരയു അവളുടെ വീട്ടിലേക്ക് വരികയാണ്. താരാൻറ്റി ആ ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. സരയു വന്നതും ദേഷ്യത്തോടെയാണ്. വന്നതും താരാൻറ്റിയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് പറയാണ്, നിങ്ങൾ ചാരപ്പണി ചെയ്യും അല്ലേ? അവളോട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരിക്കുന്നു അല്ലേ? മകളെയും കൊച്ചുമകളെയും വേണമെങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്നിട്ടും നിങ്ങൾ എന്നെ തകർക്കാൻ നോക്കുകയാണല്ലേ? ദേഷ്യത്തോടെ അവരെ പിടിച്ച് തള്ളുകയാണ് സരയു. ഇതിന് മുമ്പേയും നിങ്ങൾ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഇങ്ങനെ വിശ്വസിക്കും നിങ്ങളെ? ഞാനിനും കല്യാണിക്കും ഒരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുക. ഒരുപാട് കാലം സ്വന്തം മോളെ തേടി നടന്നതല്ലേ? ഇപ്പോൾ എന്നെ വേണ്ടേ? എന്നെ അടുത്ത് കിട്ടിയപ്പോൾ കല്യാണിയെ മതിയായിരുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ടോ? അവളോട് സിമ്പതി എന്ന് എനിക്കറിയാം. എന്നാലും എന്നെ മറികടന്നുകൊണ്ട് അവളെ സഹായിക്കും എന്ന് ഞാൻ കരുതിയില്ല. അവർ ഓരോരോ ആക്ഷൻ കാണിക്കുകയാണ്. കല്യാണി സരയു അവരുടെ കഴുത്തിന് പിടിച്ചിട്ട് വീണ്ടും ചോദിക്കുകയാണ്, കല്യാണി പാവാണ് അല്ലേ? ഞാനാണോ ഭയങ്കരി? ഓന്ന് എൻ്റെ മുറച്ചെറുക്കനാണെന്നും എന്നെ കല്യാണം കഴിക്കാനിരുന്നതാണെന്നും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. കല്യാണി വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതം തകർന്നത് എന്നും നിങ്ങൾക്കറിയാം. സ്വന്തം മോളുടെ ജീവിതം തകർത്തവളെ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ തോന്നുന്നേ? അമ്മയുണ്ടല്ലോ, എൻ്റെ വളർത്തമ്മ. അവർ ഏത് സമയത്തും എനിക്കൊപ്പം മാത്രമേ നിന്നിട്ടുള്ളൂ. നിങ്ങളുടെ സ്ഥാനത്ത് ഇപ്പോൾ അവരാണെങ്കിൽ കല്യാണിയെ കൊല്ലാൻ ഒരവസരം കിട്ടിയാൽ കഴുത്തിന് കത്തിവെച്ചേനെ. നിങ്ങളെന്നെ തൊഴുവൊന്നും വേണ്ട. ഇവിടെ നിന്നിട്ട് എൻ്റെ ഓരോ നീക്കങ്ങളും ചോർത്തി കൊടുത്താലുണ്ടല്ലോ, ദേ തിക്കുഞ്ഞോൻ വെച്ചേക്കില്ല. ഇവിടെ പിന്നെ അമ്മ മകൾ ബന്ധമൊന്നുമില്ല. നിങ്ങളെ തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷവും നിങ്ങളെ കൊല്ലാനിരുന്നത് ഞാൻ. വിക്രത്തോട് പോലും ഞാൻ പറഞ്ഞതാ നിങ്ങളെ കൊന്നുകളയാൻ. എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന ഒരാളെ അമ്മയായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. നിങ്ങളെ അമ്മയായിട്ട് കിട്ടുന്നതിന് മുമ്പേ ഞാൻ അമ്മയെന്ന് വിളിച്ച എൻ്റെ അമ്മ വളർത്തമ്മയുണ്ടല്ലോ, അവരെ മാത്രം മതി എനിക്ക് എന്ന് ഞാൻ ചിന്തിച്ചതാണ്. അതിൽ നിന്നൊക്കെ ഇപ്പം മാറി. മെൻ്റൽ ഹോസ്പിറ്റലിൽ പോയി കിടന്ന് വന്നതിന് ശേഷം എൻ്റെ മാറ്റങ്ങൾ ഒരുപാട് മാറി. എന്നാൽ ഇപ്പോൾ എനിക്ക് കിരണിനെ വേണം എന്നൊരു തോന്നൽ. വെറും ഒരു തോന്നലല്ല, അടങ്ങാത്ത ആഗ്രഹം. ആ ആഗ്രഹത്തിനോടൊപ്പം നിൽക്കുക നിങ്ങൾ വേണ്ടത്. അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഒന്നുകിൽ കല്യാണിയെ, അല്ലെങ്കിൽ എന്നെ. സ്വന്തം ചോരയെ വേണോ അതോ ഇന്നലെ കണ്ട ഒരുത്തിയെ വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. താരാൻറ്റി സരയുവിൻ്റെ സംസാരം മുഴുവൻ കേട്ട് അതിൻ്റെ ശേഷം വല്ലാത്ത രീതിയിൽ അവിടെ നിൽക്കുകയാണ് കരഞ്ഞുകൊണ്ട്. പ്രകാശൻ അതേസമയം നടന്നു വരികയാണ്. കാദംബരി അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന സമയത്ത് പ്രകാശൻ വരുന്നതാണ് കാണുന്നത്. പ്രകാശൻ അരികിലെത്തി. അപ്പോൾ കാദംബരി ചോദിക്കുകയാണ്, അച്ഛൻ ഇതെവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര തവണ ഞാൻ അച്ഛനെ മാറിയും തിരിഞ്ഞും വിളിച്ചു. പ്രകാശൻ അതിന് കാദംബരിക്ക് മറുപടി കൊടുക്കാതെ അകത്തേക്ക് കയറി പോവാണ്. പ്രകാശൻ അകത്തേക്ക് കയറി അവിടെ കാണുന്ന സോഫയിൽ ഇരിക്കാൻ പോകുമ്പോഴാണ് കാദംബരിയും അകത്തേക്ക് കയറി വന്നത്. പിന്നാലെ കല്യാണിയും അതേപോലെ തന്നെ സരയുവും അവരും എത്തി. കാദംബരി ചോദിക്കുകയാണ്, അച്ഛാ എന്തു പറ്റി? കല്യാണി, എന്താ അച്ഛാ? കാർത്തിക ചോദിക്കുകയാണ്, അച്ഛൻ ഇതുവരെ എവിടെയായിരുന്നു? എന്താ അച്ഛാ വിളിച്ചിട്ട് എടുക്കാത്തെ? എൻ്റെ 3 മക്കളും ഇവിടെ ഒരുമിച്ചുണ്ടല്ലോ. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. കാർത്തിക പറയാണ്, ഇപ്പം 3 മക്കളല്ലല്ലോ, പുറത്ത് ഒരാളും കൂടി ഉണ്ടല്ലോ. പരോളിൽ മോൻ ഇറങ്ങിയപ്പോൾ അച്ഛൻ മോൻ്റെ കൂടെ അങ്ങ് കൂടിയോ? അവൻ്റെ കൂടെയായിരുന്നോ അച്ഛൻ ഇന്നലെ രാത്രി താമസിച്ചത്? അവനോടൊപ്പമാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. പ്രകാശൻ കിതച്ചുകൊണ്ട് പറയാണ്. കേട്ട് കാദംബരിയും കല്യാണിയും സരയും ഞെട്ടുകയാണ്. പിന്നെ അച്ഛൻ്റെ ആ പെരുമാറ്റം കണ്ടിട്ട് കല്യാണി പറയാണ്, അച്ഛൻ്റെ സംസാരത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ശരി, കേട്ടില്ലേ പറഞ്ഞേ, ഇന്നലെ മോൻ്റെ ഒപ്പരായിരുന്നു എന്ന്. സായാഹ്നത്തിലായിരുന്നു എന്ന് കള്ളത്തരം പറഞ്ഞതല്ലേ? കല്യാണി ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ അച്ഛാ ഇതൊക്കെ? എൻ്റെ 3 മക്കളും എന്നോടൊപ്പം ഒരു സ്ഥലം വരെ വരണം. കാർത്തിക ചോദിക്കുകയാണ്, എങ്ങോട്ട്? കാര്യമൊക്കെ ഞാൻ പറയാം, വാ. 3 പേരും ഇപ്പം എന്നോടൊപ്പം വരണം. കാദംബരി ചോദിക്കുകയാണ്, ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുപോവാണോ? എൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളെ 3 പേരെയും കുരുതി കൊടുക്കാൻ കൊണ്ടുപോവാണോ? കല്യാണി പറയാണ്, ചേച്ചി സംസാരം നിർത്ത്. അങ്ങനെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോട്ടെ, നിന്നു കൊടുക്കാം. എൻ്റെ അച്ഛൻ ഇനി നമ്മളെ അങ്ങ് കൊലക്ക് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും പറയാൻ പറ്റില്ല കല്യാണി. ഇവിടെ അച്ഛൻ്റെ മനസ്സ് എപ്പോഴാണ് മാറുന്നതെന്ന് പറയാനും പറ്റില്ല. എങ്ങോട്ടാണ് ഞങ്ങൾ വരേണ്ടത് ഒക്കെ ഞാൻ പറയാം. നിങ്ങൾ 3 പേരും എന്നോടൊപ്പം ഒന്ന് വാ. ഒന്നും ഒരാപത്തും ഉണ്ടാവില്ല. ഒരാപത്തും ഉണ്ടാകാൻ പോകുന്നുമില്ല. ാലോ ഇവൾക്ക് യാത്രയൊന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ യാത്ര ചെയ്തോളാം. കല്യാണി പറയാം. മക്കളെ, എനിക്കറിയാം നിനക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യമില്ലെന്ന്.
പക്ഷേ നിങ്ങൾ എന്നോടൊപ്പം വരണം. നിങ്ങൾ 3 പേരും വരണം. അത്യാവശ്യപ്പെട്ട് ഞങ്ങളെ എങ്ങോട്ടാ അച്ഛാ വിളിക്കുന്നത്? എന്തായാലും അച്ഛൻ വിളിച്ചതല്ലേ, നമുക്ക് പോകാം. ഇതെന്തോ കുഴപ്പമുണ്ട് കാർത്തികേച്ചി. അപ്പം പ്രകാശൻ പറയാണ്, എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത്? വാ വാ വാ. പിന്നെ എല്ലാവരും പ്രകാശൻ വിളിക്കുന്നിടത്തേക്ക് പോവാണ്. പ്രകാശൻ സ്പീഡിൽ ഓടിച്ചു പോയി വണ്ടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്തി. അപ്പോൾ കല്യാണി ചോദിക്കുകയാണ്, എന്തിനാ അച്ഛാ നമ്മൾ ഇവിടെ വന്നത്? പ്രകാശൻ ഒരു വല്ലാത്ത രീതിയിലായി. അപ്പോൾ കാർത്തിക ചോദിക്കുകയാണ്, എന്തിനാ അച്ഛാ നമ്മളിവിടെ വന്നത്? കാദംബരിയും ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, അച്ഛൻ എന്തോ ഒന്നും മിണ്ടാത്തേ? കല്യാണി ഒടുവിൽ കരഞ്ഞതുപോലെ പറയാണ്, അച്ഛാ ഞങ്ങൾക്ക് പേടിയാവുന്നു. അവൻ ഇവിടെ ഉണ്ടോ അച്ഛാ? വിക്രം അവൻ്റെ മുമ്പിലേക്ക് ഞങ്ങളെ ഇട്ടു കൊടുക്കണോ? അവനെ ഞങ്ങളെ 3 പേരെയും കൊല്ലാനാണോ ഞങ്ങളെ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇല്ലെന്നെങ്കിൽ കൊല്ലട്ടെ കാർത്തികേച്ചി. ഇത്രയും സ്നേഹിച്ചിട്ട് അതാണ് അച്ഛൻ്റെ മനസ്സിൽ കിടക്കുന്നതെങ്കിൽ ഞങ്ങൾ മരിച്ചു കിടക്കുന്നത് അച്ഛൻ കാണട്ടെ. വീണ്ടും കാദംബരി ചോദിക്കുകയാണ്, എന്താ അച്ഛൻ്റെ മനസ്സിൽ? പ്രകാശൻ കരഞ്ഞുകൊണ്ട് പറയാണ്, മനസ്സിലെന്താണെന്ന് ഞാൻ പറയാം മക്കളെ. വാ നിങ്ങളൊന്ന് ഇറങ്ങിക്കേ. വാ. കരഞ്ഞുകൊണ്ടാണ് പ്രകാശൻ പറയുന്നത്. അപ്പോൾ കാദംബരി എന്താണെന്നറിയാത്തതുകൊണ്ട് കല്യാണി എന്ന് പറഞ്ഞ് വിഷമിക്കുകയാണ്. കല്യാണി എന്തോ അപകടമുണ്ട്. കല്യാണി പറയാണ്, എന്ത് അപകടം ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് വരാൻ മടിയാണെങ്കിൽ വരണ്ട. പ്രകാശൻ പോയി അവിടുത്തെ സ്റ്റെപ്പിൻ്റെ മേലെ ഇരിക്കുകയാണ്. അപ്പോൾ കല്യാണിയും കാർത്തികയും കാദംബരിയൊക്കെ വണ്ടിയിൽ നിന്നും ഇറങ്ങുക. അച്ഛൻ നിങ്ങളെ കൊണ്ടുവന്നിട്ട് ചതിക്കും എന്നാണെന്ന് വിചാരിച്ചേ? കാദംബരി പറയാണ്, അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്വന്തം മോൻ പരോളിൽ ഇറങ്ങിയപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടേയില്ല. വിളിച്ചിട്ട് പോലും കിട്ടിയിട്ടില്ല. എന്തിനാ അച്ഛാ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പറയേ. ആരുടെയാ ഈ വീട്? കല്യാണി ചോദിക്കുക. പ്രകാശൻ കതച്ചുകൊണ്ട് പറയാണ്, ആരുടെ വീടാണെന്ന് ഞാൻ പറയാം. നിങ്ങൾ വാ. പ്രകാശൻ പിന്നെ മുറി തുറന്ന് അകത്തേക്ക് കയറാൻ പോവാ. അപ്പോൾ കാദംബരിയും കല്യാണിയും കാർത്തികയും ഒക്കെ പരസ്പരം നോക്കുകയാണ്. കല്യാണി വിളിക്കുകയാണ്, വാ ചേച്ചി. നീ ഒന്നുകൂടി ഒന്ന് ആലോചിക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്ക്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അങ്ങനെ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. കാർത്തികയും പറയാം, ചേച്ചിക്ക് വരാൻ മടിയാണെങ്കിൽ ചേച്ചി പോയി കാറിലിരിക്കുക. എന്നാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഞാനും വരാം. കാദംബരിയും പറയാം, നമുക്ക് അകത്തേക്ക് പോകാം. കാദംബരി ചോദിക്കുകയാണ്, അകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കൊല്ലാനായി അവൻ അവിടെ നിൽപ്പുണ്ടോ? പ്രകാശൻ ഒരു ഭ്രാന്തമായ ആവേശത്തിൽ പറയാണ്, വാ. ഡോറൊന്ന് തുറക്കട്ടെ. പ്രകാശൻ ഡോറ് തുറന്ന് അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോയി കല്യാണിയും കാർത്തികയെയും കാദംബരിയെയും കാണിച്ചു കൊടുക്കുകയാണ്. അതാ നോക്ക്, കണ്ടില്ലേ? അത് നോക്കിയതും അവർ 3 പേരും വിഷമത്തോടെ തലയ്ക്ക് കൈവച്ച് പോയി. അതിനുശേഷം സങ്കടപ്പെടുകയാണ്. കണ്ടില്ലേ? അതാ നോക്ക്, തൂങ്ങി ആടുന്നത് കണ്ടില്ലേ? നിങ്ങളെയൊക്കെ ആങ്ങള. കല്യാണി വിഷമത്തോടെ, അയ്യോ ചേച്ചി, ഞാൻ കൊഞ്ചിച്ച് വഷളാക്കി രാജാവാകാൻ വേണ്ടി വായിച്ച വിക്രമാദിത്യ മഹാരാജാവ് എന്ന് പറഞ്ഞ് പ്രകാശൻ പൊട്ടിച്ചിരിക്കുകയാണ്. പ്രകാശൻ നന്നായിട്ട് ചിരിക്കുകയാണ്. പ്രകാശൻ പൊട്ടിച്ചിരിക്കുന്നത് കണ്ട് അവരൊക്കെ വിഷമിച്ച് നോക്കുകയാണ്, അച്ഛൻ എന്താ പറ്റിയെന്ന്. അപ്പം വീണ്ടും പ്രകാശൻ പറയാണ്, അവൻ ആത്മഹത്യ ചെയ്തതല്ല, ഞാൻ കൊന്നതാ. കൂടി കേട്ടപ്പോൾ അവർ തലയ്ക്ക് വെച്ചടിച്ചിട്ട് പറയാണ്, അയ്യോ എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ കൊന്നതാ. യും കല്യാണിയൊക്കെ പ്രകാശനെ നോക്കുകയാണ്. ആദ്യം ഞാനൊരു വലിയ കമ്പിയെടുത്ത് അവൻ്റെ തലയ്ക്ക് ഇങ്ങനെ അടിച്ചു. അവൻ്റെ ബോധം പോയി. കുറേ കാര്യങ്ങൾ എനിക്ക് അവനോട് പറയാനുണ്ടായിരുന്നേ, എല്ലാം പറഞ്ഞു. എൻ്റെ മോനല്ലേ, ഒന്നും കേട്ടില്ലവൻ. എൻ്റെ പെൺമക്കളെ ഒന്നും ചെയ്യല്ലേ എന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേടാ, നീ അത് കേട്ടില്ല. ഇത് ശത്രു സംഹാരമാണ്. ഇവിടെ വക്കീലും കോടതിയും ജഡ്ജിയും ഒക്കെ ഈ ഞാൻ തന്നെ. പ്രകാശൻ അലറിപ്പറയാണ്. അപ്പോൾ കല്യാണിയും കാദംബരിയും കാർത്തികയും ചേർന്ന് പ്രകാശനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛാ അച്ഛാ എന്ന് വിളിച്ച്. പ്രകാശൻ മകനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സി യു ഓൾ.